ദേവാ ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് കുറേ കാലങ്ങളായി ഞാൻ എൻ്റെ പാട്ടോർമ്മകളൊക്കെ 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞാൻ അവിടെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പാട്ടോർമ്മകളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഓരോ വ്ളോഗുകൾ പുറത്ത് പോണത്, പിന്നെ കുക്കിംഗ് വ്ളോഗ് അങ്ങനെയൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി പണ്ടത്തെ ഒരു ഓർമ്മ, പാട്ടിൻ്റെ ഓർമ്മകൾ തന്നെയാണ്. അത് ഞാൻ പങ്കുവെച്ചിട്ട് ആ പാട്ട് പാടാമെന്ന് വിചാരിച്ചു. ആ പാട്ട് എന്ന് പറയുന്നത് അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നുള്ള ഒരു മൂവിയിലത്തെയാണ്. കുറേ മുമ്പത്തെയാണ്, 1970 60 ഞാൻ ഇയർ ഓർക്കണില്ല. ആ ഒരു പാട്ട് അത് ഞാൻ എത്ര പ്രാവശ്യം പാടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് തവണ പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ പാടൽ ഈ ആ പാട്ട് ഇത്തിരി കുറവാണ് പാടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഓർമ്മകളാണ്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് എനിക്ക് പഠിച്ചതായിട്ട് ഓർമ്മയില്ല. ചേച്ചി തന്നെയോ മൂത്ത ചേച്ചിയാണ് എന്നെ പാട്ട് പഠിപ്പിക്കാറുള്ളത്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, ചേച്ചി തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് പാട്ട് പാടാൻ കഴിവ് കുറച്ചൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് അമ്മ വീട്ടിലാണ്. അമ്മയുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു 10 പേരാണ് സിബ്ലിങ്സ്. അമ്മ രണ്ടാമത്തെ, മൂത്ത ഒരു വലിയമ്മ കഴിഞ്ഞാൽ പിന്നെ അമ്മയാണ്. പിന്നെ അതിന് താഴെയാണ് ഒരു 2 ബ്രദേഴ്സും, നേരെ താഴെ 2 ബ്രദേഴ്സും, പിന്നെ താഴെ സിസ്റ്റേഴ്സ്. അങ്ങനെ അവർ മൊത്തം 10 പേരാണ്. ഒരാൾ സിസ്റ്ററായി, ബാക്കി എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ നിറച്ച് പേരാ. അപ്പോൾ പാലക്കിലാണ്. അപ്പോൾ ആ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 10 പേരും അതിൽ കുറേ പേരെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ കുറേ പേരെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞവർ അവരുടെ മക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും പെരുന്നാളും പരിപാടികളൊക്കെ വരുമ്പോൾ. അപ്പോൾ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആഘോഷമാണ്. വെള്ളിയാഴ്ച തൊട്ട് പാലക്കിൽ പെരുന്നാൾ, അച്ഛൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾക്ക് പോകാമെന്ന് പറയാം. പെരുന്നാൾക്ക് പോകാൻ പിന്നെ സേഫ് ഡാഡിലൊക്കെ പഠിക്കുമ്പോൾ ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മേരെ രണ്ടാമത്തെ ആങ്ങള ബ്രദറിൻ്റെ വൈഫ് അമ്മായിന്ന് ഞങ്ങൾ അമ്മായിന്നൊന്നുമല്ല പറയുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മേരെ ഏറ്റവും താഴെ അനീത്തി ഒരാൾ എൻ്റെ ചേച്ചിയൊക്കെ ഒരു പ്രായം 1, 2, 3 വയസ്സിൻ്റെ വ്യത്യാസമായുള്ളൂ. അപ്പോൾ അവരൊക്കെ ചേച്ചി എന്നാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചേച്ചിമാർ ചേച്ചി ചേട്ടൻ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും അങ്കിൾമാർ ആൻറ്റിമാരാണെങ്കിൽ അമ്മായി മേമ പേപ്പ അങ്ങനെയൊക്കെ വിളിക്കേണ്ടവർക്ക് ചേച്ചിമാരെന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ താഴെയുള്ളവരും ഓട്ടോമാറ്റിക്കലി ഞങ്ങളും ചേച്ചിമാരാണ് വിളിക്കാറ്. അപ്പോൾ അങ്ങനെ എൽസുണി അമ്മായി, ആൻറ്റി, ടീച്ചർ എൽസുണി ചേച്ചി. അപ്പോൾ ഞങ്ങളെ മാത്സൊക്കെ പഠിപ്പിക്കുക, ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കണതായിരുന്നു. അപ്പം ആൾ വെള്ളിയാഴ്ചകളിൽ ഈ പെരുന്നാളുണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ എൻ്റെ നേരെ മൊത്ത ചേച്ചി ഉണ്ടാവും, അനീത്തി ഉണ്ടാവും, ഇവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് സെറ്റാട്ടിൽ പഠിക്കുമ്പോൾ ഉച്ചതിരിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസത്തെ ഡ്രസ്സ് എടുക്കും. ആ ഡ്രസ്സ് എടുത്തിട്ട് വീട്ടിൽ വണ്ടി ഉണ്ടാകുന്ന അംബാസിഡർ ആയിരുന്നു. അത് ടാക്സി ആയിട്ട് ഓടും. പിന്നെ ഇവിടുന്ന് വീട്ടിലത്തെ ആവശ്യങ്ങൾക്കായിട്ട് അങ്ങനെയായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ. ഞാൻ ഒരു 9ലൊക്കെ പഠിക്കുമ്പോൾ, 8 9ലൊക്കെ പഠിക്കുമ്പോൾ, 8 5 തൊട്ട്. അപ്പം അങ്ങനെയാണ് ആ വണ്ടിയിൽ നിറച്ച് പിള്ളേരും പിന്നെ അമ്മേരെ അനീത്തി ആങ്ങളേരെ മക്കൾ ഇവരൊക്കെ ഈ ഒരു ടാക്സിയല്ല ഈ ഒരു വണ്ടി, നമ്മുടെ വണ്ടി തന്നെ അംബാസഡർ വണ്ടിയിലാണ് പോകുന്നത്. നിറയെ തിരക്കി അങ്ങനെ പോകും. 5 തൊട്ട് 8 വരെ അങ്ങനെയായിരുന്നു പോകുന്നത്. വെള്ളിയാഴ്ച പോകും, ഭയങ്കര സന്തോഷമാണ്. വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച സ്കൂളിലേക്ക് നേരെ പോവുക. പിന്നെ വീട്ടിലേക്ക് പോക്കില്ലേ, തിങ്കളാഴ്ച സ്കൂളിലേക്കായിരിക്കും പോവുക. അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച രാത്രി ആകുമ്പോഴത്തേക്ക് വീട്ടിൽ പോകും. അമ്മയപ്പച്ചനൊക്കെ വരുമ്പോൾ പോവും, അങ്ങനെ പതിവ്. അപ്പോൾ ഈ ശനിയാഴ്ച പിന്നെ അമ്മ വരിക മിക്കുന്നത്. അമ്മ സ്കൂളിൽ ടീച്ചറായിരുന്നു. അതാണ് അമ്മേരെ ഫോട്ടോ. അമ്മ അതിപ്പോൾ 1 കൊല്ലമായിട്ടുള്ളൂ അമ്മ പോയിട്ട്. അച്ഛമ്മൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത്. അപ്പച്ചനും അങ്ങനെ തന്നെയായിരുന്നു, സ്കൂളിൽ ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ ശനിയാഴ്ചയായിരിക്കും വരും. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കൊണ്ടുവരും. ചേച്ചിമാരും കോളേജിൽ നിന്നൊക്കെ അവർ വരും, ഞങ്ങളെല്ലാവരും കൂടെ വരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മേരെ ആങ്ങളയുണ്ട്. ആൾ മറ്റേ സെൻറ്റ് ലൂഷ്യസിൽ അതോ ഹെൽത്ത് അങ്ങനത്തെ ഏതോ കോളേജിൽ പ്രൊഫസറൊക്കെ ആയിരുന്നു. ആൾ MA മക്കളുടെ ഭയങ്കര സ്കോളറാണ്. അപ്പോൾ ആൾക്കെന്ന് പറഞ്ഞാൽ ഈ കലകൾ ഭയങ്കര ഇഷ്ടമാണ്. കല, പാട്ട്, പ്രസംഗം. ആൾ തന്നെ അമരാങ്ങളെന്ന് പറഞ്ഞാൽ MA ഒക്കെ ഉള്ളതാണ്. മാത്സ്, ഇംഗ്ലീഷ്, അങ്ങനെ കുറേ MA ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിറച്ച ആൾക്കാരായിരിക്കും. വീട്ടിൽ നിറയെ ആൾക്കാരാണ്. ഇങ്ങനെയാണ് രാത്രി കിടക്കുക എന്നറിയില്ല. ഒരു ഹാളിൽ അവിടുത്തെ പ്രാർത്ഥനയൊക്കെ ചെല്ലണ ഒരു ഹാളുണ്ടായിരുന്നു. ആ ഹാളിൽ അമ്മേരെ ചേച്ചിയുടെ മക്കൾ 5 പേരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 6 പേരുണ്ട് മക്കൾ. പിന്നെ താഴെയുള്ളവരുടെയൊക്കെ കുറച്ച് പേരെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവർ അവരുടെ മക്കൾ ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ആ റൂമിൽ ഭയങ്കര സന്തോഷമായിട്ടാണ് അവിടെ രാത്രി
കിടക്കാനും എല്ലാവരും. അപ്പോൾ അമ്മേരെ അമ്മ ഭയങ്കര ലവിങ് ക്യാരക്ടറാണ്. അമ്മാമ്മ എല്ലാവരുടെയും എന്താ പറയുക കിടക്കാനുള്ള പായ, ഇത് ഒരു പായും കരോണയും അല്ലെങ്കിൽ ഇത് വേണ്ടവർക്ക് പുതപ്പ് എല്ലാം അന്വേഷിച്ച് രാത്രി 1 മണി വരെ അമ്മാവ ഇങ്ങനെ നടക്കും, എല്ലാവർക്കും എല്ലാം ആയോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെയാണ് അമ്മാമ്മയായിരുന്നത്. അമ്മാമ്മ കുറേ കാലമായിട്ട് പോയിട്ട്. ഞാൻ ഇവിടേക്കുള്ളപ്പോൾ എൻ്റെ 2ാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോയി. 1995-4 അമ്മാമ്മ പോയി. ഞാനിവിടെ ആയിരുന്നു, കണ്ടിട്ടില്ല മരുന്ന് ആ സമയത്തൊന്നും. അമ്മാമ്മ എപ്പോഴും നല്ല ആരോഗ്യമുള്ള ആളാണ്, എപ്പോഴും പള്ളിയിൽ പോയി, എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അങ്ങനത്തെ ഒരാളായിരുന്നു. കിടന്നത് തന്നെ കുറച്ച് ദിവസം കിടന്നിട്ടുള്ള അത്രയും ആരോഗ്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയ റൂമിലാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹാർട്ട് ഇടിച്ചു തുടങ്ങും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വലിയച്ഛൻ ഇങ്ങനെ പറയും, ഇത് കഴിഞ്ഞ കലാപരിപാടി, ഈ മീറ്റിംഗ് അഡ്ജൻ ടു ഫെലോഷിപ്പ് എന്നൊക്കെ പറയണ പോലെ പരിപാടികളാണ്. അപ്പോൾ അമ്മേരെ അനിയത്തി ഒക്കെ ഉണ്ട്. താഴെ അനിയത്തിയൊക്കെ ഭയങ്കര എന്താ പറയുക, ആള് കുറേ ഇംഗ്ലീഷ് പാട്ടുകൾ, അങ്ങനത്തെ മറ്റേ ഉഷൗദിപ്പിൻ്റെ പാട്ടുകളൊക്കെ പാടും. പിന്നെ വേറൊരു അങ്കിളുണ്ട്, അമ്മേരെ നേരെ താഴെ ഉള്ള അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഞാൻ പാട്ട് പാടുന്നതിൻ്റെ അറിയണം. ആൾ നന്നായി പാടും, ജോസേട്ടൻ. ആള് നന്നായി പാടുന്നതാണ്. അപ്പം ഞാനിങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പാട്ട് പാടുന്ന ഞാൻ 3 വയസ്സ് 3.5-4 വയസ്സുള്ളപ്പോൾ അവളെ പാട്ട് പഠിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പാടുന്ന ഒരു പാട്ടാണ് വരും. അപ്പോൾ അമ്മേരെ ചേച്ചിയുടെ മക്കൾ അവരൊക്കെ ഭയങ്കര കലാകാരന്മാരെന്ന് പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. തമാശ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ളവരവരൊക്കെ. അപ്പോൾ അവർ കുറേ അവരുടെ മിമിക്രി പറയലുണ്ടാവും. പിന്നെ എൻ്റെ പാട്ട് മസ്റ്റാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പറയുക ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ വലിയ ഒരു ഹാളുണ്ട്, വലിയ ഹാളൊന്നുമല്ല എന്നാലും ആ ഹാളിലാണ് എല്ലാവരും ഇരിക്കുക. അപ്പോൾ ഈ അമ്മേരെ അനിയത്തി പാടുന്ന ഹസ്ബൻഡ് ജോസേട്ടൻ, ആ ചേട്ടൻ എന്താ പറയുക, ഈ മൺകലം ഉണ്ടല്ലോ അതൊക്കെ കമുത്തി വെച്ചിട്ട് അതുമ്മ തട്ടി താളൊക്കെ അടിക്കും. അങ്ങനെയാണ് പാടും. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരെയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് മറ്റേ ഈ അമ്മേരെ ഈ ആങ്ങളയ്ക്ക് വലിയച്ഛന് ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. വലിയൊരു ട്യൂഷൻ സെൻറ്റർ ആയിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ അതിൽ ഒരു ട്യൂഷൻ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ വേഗം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പോകും. കളിക്കാനായിട്ട് എന്താ പറയുക, ഓടിക്കളി ഉണ്ടാവും. പിന്നെ അമ്പസ്ഥാനി എന്ന് പറഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്ക് കളി, അന്നത്തെ അമ്പസ്ഥാനി, പിന്നെ ഞൊണ്ടിപ്രാന്തി, ഒരുപാട് കളികളാണ് ഈ പറമ്പിൽ. ഇങ്ങനെ പറമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചിരട്ട വെച്ചിട്ട് ചിരട്ടപ്രാന്തി, ഇങ്ങനെയൊക്കെ കുറേ കളികളാണ്. ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ അങ്ങനെയൊക്കെ പറയാം. അങ്ങനത്തെ കുറേ കളിയുണ്ട്. അമ്മേരെ ചേച്ചിയുടെ മക്കളായിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര കളിയാണ്. അപ്പോൾ എനിക്ക് ഈ പാട്ട് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമില്ല. ആ സമയത്ത് വിളിച്ച് അവിടെ കൊണ്ടുപോയി പാട്ട് പാടിക്കുക. വലിയവരെല്ലാവരും ഇരിക്കുന്നുണ്ടാവും. പിള്ളേർ പിന്നെ കളിക്കാൻ പോകും. പാട്ട് പാടണമെങ്കിൽ ഞാൻ പാടണം എന്തായാലും. അപ്പോൾ എനിക്ക് എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എന്നെ വിളിക്കാതിരിക്കാൻ ഞാൻ ഏറ്റവും ഓട് വിളിച്ച് കളിക്കുകയൊക്കെ ആയിട്ട് അങ്ങനെ പോകും. എന്നെ വിളിക്കാതിരിക്കട്ടെ, പാട്ട് പാടാതിരിക്കട്ടെ. പക്ഷെ പാട്ട് പാടാണ്ട് എന്നെ എവിടെ നിന്നായാലും വിളിക്കും പാട്ട് പാടണം. ആ പാട്ട് പാടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഇരിക്കലില്ല. പിന്നെ കളിക്കാൻ പോകും. എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഈ പാടാനായിട്ട്, ഇഷ്ടമില്ല. പിന്നെ ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പേടിയായിരുന്നു. ഒരു 7ാം ക്ലാസ്സൊക്കെ 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് പാട്ട് പാടാനൊക്കെ പേടിയായി തുടങ്ങി. അതൊരു സംഭവം ഉണ്ടായിരുന്നു. സ്റ്റേജ് ഫിയർ വന്നത്, എൻ്റെ മൈക്ക് വീണിട്ട് സ്റ്റേജ് ഫിയർ വന്നതിന് ശേഷം എനിക്ക് പാടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതിൻ്റെ സ്റ്റോറി വേറെയാണ്, അത് ഞാൻ പിന്നീട് പറയാം 6ാം ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പം ഇങ്ങനെ ഈ വല്യച്ഛനാണ് പാട്ട് പാടാനെ പറയുമ്പോൾ ഈ താമരക്കുമ്പിൾ പാടാണ്ട് ഒരു പ്രാവശ്യം പോലും എന്നെ വിട്ടിട്ടില്ല. വേറെ ഏത് പുതിയ പാട്ട് പഠിച്ചാലും താമരക്കുമ്പിൾ പാടണം, അങ്ങനെ പാടാറുണ്ട്. അപ്പോൾ വല്യച്ഛനും അമ്മ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് വല്യച്ഛനും പോയത്. രണ്ടുപേരും അമ്മ ഏപ്രിൽ 25 പോയി. കഴിഞ്ഞ 2025 ഏപ്രിൽ 25 പോയി. അത് കഴിഞ്ഞ് ഫ്യൂണറലായിരുന്നത് ഏപ്രിൽ 26 ആയിരുന്നു. അന്ന് രാത്രി കിടന്നിട്ട് പിന്നെ അമ്മേരെ ആങ്ങള വല്യച്ഛനായാലും 27 പുലർച്ചെ 5 മണിയായപ്പോൾ ആൾക്ക് സുഖല്യായി ഉണ്ടായിരുന്നു. വയസ്സായിട്ടുള്ള ഇങ്ങനെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ റിക്കവറി ആയിട്ട് വന്നതൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഈ അമ്മ പോകുന്നൊട്ടും പ്രതീക്ഷയില്ലാണ്ടുള്ള സമയത്താണ് അമ്മ നല്ല ഉഷാറായിരുന്നു. പള്ളിക്കൊക്കെ പോയി അങ്ങനെ ഒരു അസുഖങ്ങളും പിടിച്ച് കിടക്കുന്ന ആളെ കിടന്നപ്പോൾ പെട്ടെന്ന് 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു, 3 ആഴ്ച ഹോസ്പിറ്റലിലായി. അങ്ങനെയാണ് പോയി. അതിപ്പോൾ എനിക്ക് തോന്നുന്നു വലിയച്ഛന് അങ്ങനെ തീരെ താങ്ങാൻ പറ്റിയില്ല. അന്ന് രാത്രി തന്നെ 2 പേരും 2 ദിവസത്തെ ഗ്യാപ്പിൽ 25-ാം തീയതി അമ്മ പോയി, 27-ാം തീയതി അച്ഛനും പോയി, വലിയച്ഛനും പോയി. അപ്പോൾ അങ്ങനെയായിരുന്നു. അതാണ് എൻ്റെ ആ പാട്ടിൻ്റെ എപ്പോഴും ഞാൻ ഈ താമരക്കുമ്പിൾ പാടുമ്പോൾ ഓർക്കും. ഇപ്പോഴും എൻ്റെ ഗ്രൂപ്പിൽ, അതായത് പാലക്കൽ അമ്മേരെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ കുറച്ച് കാലം മുന്നേ ഇങ്ങനെ ആ പാട്ട് ഷാൻറ്റി ഒന്ന് പാടണം എന്നൊക്കെ പറഞ്ഞ് അമ്മേരെ താഴെ അനിയത്തിൻ്റെ മോളിച്ചിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാലം മുന്നേ, ഒരു 3 കൊല്ലം മുന്നൊക്കെ ഞാൻ ആ പാട്ട് വീണ്ടും കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും പാടി.
ഇപ്പോൾ ആ പാട്ട് അത്രയും നന്നായി പാടിയിട്ടൊന്നുമില്ല, കുറേയൊക്കെ ഫ്ലോസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ പോലെ കുറച്ചൊക്കെ ഒന്നൊരു ഇതിൽ നമ്മളിപ്പോൾ ജാനകിയമ്മയൊക്കെ പാടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലെജൻഡറി, അത്രയും ഭയങ്കര സൂപ്പർ പാട്ടും ഭയങ്കര അസാധ്യമായി പാടി വെച്ചിട്ടുള്ള പാട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു തരി പോലും എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പാടുക എന്നല്ലാതെ. അപ്പോൾ ആ പാട്ട് ഓർമ്മ വന്നപ്പോൾ ഞാനത് പാടി. അത് ഞാൻ മറ്റേ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇടും ഈ വീഡിയോ, ഇന്ന് എഡിറ്റ് ചെയ്ത് ഇടണമെന്നുണ്ട്, ഇല്ലെങ്കിൽ നാളെയെങ്കിലും വരും. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഷോർട്സിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതും കൂടെ കേട്ടോളൂ, പാട്ട് കേട്ടോളൂ. ഇതിൽ ഞാൻ അതിൻ്റെ സ്റ്റോറി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സ്റ്റോറികൾ പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. പിന്നെ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ, പാട്ടോർമ്മകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിലേക്ക് ബൈ.